ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം. റിയർ വീലിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് ഉണ്ട്. ഫ്രണ്ട് ടയർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത്. നമുക്ക് വണ്ടി ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 37,737. അതാണ് എൻ്റെ കിലോമീറ്റർ റീഡിങ് കാണിക്കണേ. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി. എൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് ചെറിയൊരു ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. നിലവിൽ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് കണ്ടോ. ഈ ഷാഫ്റ്റ് ചെറിയൊരു ബെയറിങ്ങിൻ്റെ പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഷെയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ആ സൗണ്ട് തന്നെ എൻ്റെ മെയിൻ റീസൺ കേട്ടോ. നിലവിൽ എൻ്റെ ഈ ആക്സിൽ നട്ട് ചെറിയൊരു ലൂസ് പോലെ നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മില്ലിങ്ങിൻ്റെ ഭാഗത്ത് വന്ന ആ ഒരു സൗണ്ട് വ്യത്യാസമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ആക്സിൽ നട്ട് ലൂസായിട്ട് കിടന്ന് ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് മണ്ണ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു സ്റ്റെപ്പ് പോലെ വരും. ഇവിടെയൊക്കെ ഉരച്ചിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് ബെയറിങ് ഇപ്പം മാറ്റാതെ കൊണ്ട് തന്നെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് നോക്കാം. കാരണം ഇപ്പോൾ ഓയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ബെയറിങ് കൂടുതൽ ഓടുമ്പോഴത്തേക്കും കംപ്ലൈൻറ്റ് വന്ന സമയത്ത് നമുക്ക് ഈ സൈഡ് ഓയിൽ ലീക്കും കൂടി വരും. ഇപ്പോൾ ഇതൊരു ആരംഭമാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ ഇപ്പോൾ കൈയോടെ ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരും, അപ്പോൾ ഒന്നുപോലെ കൈയോടെ ഇപ്പോൾ തന്നെ അഴിച്ച് മാറ്റാം. അതല്ലെങ്കിൽ നമുക്ക് ഓടിയിട്ട് കുറേ കൂടി ഓടിയതിന് ശേഷം നിങ്ങളെ കംപ്ലയിൻറ്റ്സ് ഡീപ്പായിട്ട് കാണിക്കുന്ന സമയത്ത് മാറ്റിയാലും മതി. ഏകദേശം നമുക്കത് അഴിച്ച് അതിൻ്റെ ബെയറിങ് ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1000-1300 നമുക്ക് ഇതിൻ്റെ ചിലവ് വരുന്ന കേസാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ പറയണേ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തേലും കേട്ടോ. കൂട്ടത്തിൽ ചെയ്യണമെങ്കിൽ കൂട്ടത്തിൽ ചെയ്യാം. ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അത് ഉൾപ്പെടുത്തണില്ല. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതുകൂടി ചെയ്ത് വിടണമെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്ത് വിടാം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ബ്രേക്ക് ലൈനറൊക്കെ ക്ലീൻ ചെയ്തിടാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഗിയറിനകത്ത് ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഓയിൽ അത്യാവശ്യം നല്ല ഓയിലാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗിയർ ബോക്സ് നമ്മൾ അഴിച്ച് ചെയ്യുമ്പോൾ ഓയിൽ കൂടി നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്തു. എയർ ഫിൽറ്റർ നിലവിൽ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പുതിയ ഫിൽറ്ററാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റെഗുലർ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ച് ചെക്കപ്പ്, ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ച് ഗ്രീസിങ്, അതിനൊക്കെ വേണ്ടിയിട്ട് അയക്കുന്നതാണ്. നിലവിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബെൽറ്റ്, ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വീല് കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ്റ്റർ ഈ രണ്ടായിട്ടും തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൈയോടെ മാറ്റി കളയണമെങ്കിൽ അത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇനി കിടന്ന് ഓടുന്തോറും ഇത് പെട്ടെന്നായിരിക്കും ഇനി കംപ്ലയിൻറ്റ് കൂടാം. ഇത് വരുമ്പോഴത്തേക്കും ക്ലച്ച് സൈഡിൽ നിന്ന് ഒരു മുഴക്ക സൗണ്ടായിട്ട് വരും. നമ്മളിപ്പോൾ നെക്സ്റ്റ് സർവീസ് വരെ ചിലപ്പോൾ ഒരു വർഷം കിടന്ന് ഓടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ് മാറ്റി കളയേണ്ടത് നന്നായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ കേസ്. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട്. ക്ലച്ച് വെയിറ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിനകത്തുള്ളത് ഈ ബുഷും ഈ വീലുമാണ് നമുക്ക് കംപ്ലൈൻറ്റ് വന്നേക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റ് കാണിക്കുന്നുണ്ട്, നോക്കിയിട്ട് പറഞ്ഞേരെ. പിന്നെ ബെൽറ്റ് നോക്കി, ബെൽറ്റ് നമ്മൾ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്, ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ്, ഒറിജിനൽ ബെൽറ്റ് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഓവറായിട്ട് ലൂസായിട്ട് ഈ ഭാഗം ഒടിയാറേ ഒരു അവസ്ഥയിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് മാറ്റിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങോട്ടേക്ക് മറിഞ്ഞു വീണ് വേറെ ബോഡി കാര്യങ്ങളൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 100-150 രൂപ അങ്ങോട്ടാണ്, 200 താഴെ വരും നമുക്ക് സൈഡ് സ്റ്റാൻഡ്. അപ്പോൾ ഞാനതും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ബാറ്ററി നമുക്ക് ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ, വലിയ പഴക്കമില്ല. നമ്മൾ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 10 വോൾട്ടിലേക്ക് വരണുള്ളൂ. അപ്പോൾ നിലവിൽ വേറെ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയർ ഓൾറെഡി കംപ്ലയിൻറ്റാണ്. അത് നമുക്ക് മാറ്റിയിടാനേ പറ്റുള്ളൂ, കാരണം ഈ സൈഡൊക്കെ തീർന്നു. ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ബ്രേക്ക് കേബിളുകൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ലൈനർ ഏകദേശം നമുക്കൊരു വിധമായിട്ടുണ്ട്. അപ്പോൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാം, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് മില്ലിക്ക് നമുക്ക് തിരിച്ച് യൂസ് ചെയ്യാം. പരമാവധി ഒഴിയുക, അതിന് ശേഷം മാറ്റിയാൽ മതി. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ആ ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞേക്കാം. അതായത് അഴിച്ച് ബെയറിങ് കൈയോടെ മാറ്റണോ, ഇനി അതല്ലെങ്കിൽ കുറേ കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതിയോ എന്നുള്ള ദിവസം പറയാം. ചെറിയൊരു സൗണ്ട് വേരിയേഷൻ വന്നേ, അതിപ്പോൾ നമ്മളിപ്പോൾ വീൽ ആക്സിലിനകത്ത് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ത്രെഡ് ലോക്കറിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് വ്യത്യാസം വരും. കാലക്രമേണ ഓയിൽ ലീക്ക് വരും. അതിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ അത് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് കാണിച്ചിട്ട് നമുക്ക് അടുത്ത സർവീസിലൊക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്താൽ മതിയെങ്കിൽ ആ രീതിയിലും ചെയ്യാം കേട്ടോ.
പിന്നെ എസ്റ്റിമേറ്റിൽ ഫ്രണ്ട് ടയറും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടണേ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളാം. ഓക്കെ.